മനോഹരമായിട്ടുള്ള ഒരു നല്ല നിമിഷം കൂടെ ദൈവം നമുക്ക് നൽകുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാനായിട്ടുള്ള സാവകാശം ദൈവം എനിക്ക് നൽകുന്നതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾക്ക് ആവശ്യമാകുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വിശേഷാൽ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പായിട്ട് ആഗ്രഹിക്കുന്ന വചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം തന്നെയാണ്. അതിൻ്റെ 52-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുക്കുകയാണ്. അവിടെ പറയുന്നത് 51 ചേർത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനമാണ്. പൗലോസിൻ്റെ പ്രഭാഷണത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന ആഴമായ പ്രസ്താവനകൾ കർത്താവിൻ്റെ നാമം നിമിത്തം, കർത്താവിൻ്റെ വേല നിമിത്തം, ദൈവത്തിൻ്റെ വചനം നിമിത്തം അവരനുഭവിക്കേണ്ടി വന്നതായ നിന്ദകളുടെയും പഴികളുടെയും പരിഹാസങ്ങളുടെയും അപമാനങ്ങളുടെയും നടുവിൽ തെല്ലും കുലുങ്ങാതെ ധൈര്യത്തോടുകൂടി അവരുടെ ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ശുശ്രൂഷകളും നിറപടിയായി ചെയ്തെടുത്തുകൊണ്ട് അവർ മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത് ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ശുശ്രൂഷകളും പീഡനങ്ങളുടെ പരമ്പരയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ തന്നത്. എന്നാൽ പീഡനങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിച്ചതും ഞങ്ങൾ കരുതിയതും എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നഷ്ടപ്പെടാതിരിക്കാൻ അവർ സൂക്ഷിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുമ്പോൾ പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്നുള്ള സന്ദേശമാണ്. അവിടെ ഓർമ്മപ്പെടുത്തുന്ന ക്രൂശ് എന്ന് പറഞ്ഞത് കഷ്ടതയുടെ വഴിയെക്കുറിച്ചാണ്, പീഡനങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്, അപമാനത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഇതൊക്കെയും അനുഭവിച്ച് എൻ്റെ പിന്നാലെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം എന്നെ അനുഗമിച്ചാൽ മതി എന്ന് കർത്താവ് തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് കഷ്ടതയുടെ വഴിയാണ്, വേദനകളുടെ വഴിയാണ്, അപമാനങ്ങളുടെ വഴിയാണ്, ഒറ്റപ്പെടലിൻ്റെ വഴിയാണ്,
പ്രതീക്ഷയ്ക്കൊത്ത് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുന്ന വഴികളാണ് എന്ന് ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ കണ്ടെത്തുകയും കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ളതായ വിടുതലുകളും വീണ്ടെടുപ്പും നന്മയുടെ വഴികളുമൊക്കെ അനുഭവിച്ച് ക്രിസ്തീയ സന്തോഷത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ ജീവിതയാത്രയിൽ നേരിടുന്നതായ പീഡനങ്ങളുടെ നടുവിൽ താൻ പതറിപ്പോകുകയില്ല, താൻ പിന്മാറിപ്പോകുകയില്ല. ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ലക്ഷ്യം തെറ്റാതെ മുൻപോട്ട് പോകുവാൻ അവൻ ഓരോ ദിവസവും തന്നെ തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അതുകൊണ്ടാണ് പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് ഒന്നിനു പിറകെ ഒന്നായി നിരവധി പ്രതിസന്ധികൾ കടന്നു വന്നു. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ പൗലോസ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെടുന്നു എങ്കിലും നഷ്ടപ്പെടാതെ ഞാൻ സൂക്ഷിക്കുന്ന ചിലതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ക്രിസ്തീയ സന്തോഷവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നഷ്ടപ്പെടുത്താതെയാണ് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഇതിനാധാരമായി നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം തന്നെ നമ്മൾ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നതായൊരു പദമുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി എന്ന വാക്കാണ്. ശ്രദ്ധിച്ചു നോക്കണം. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ജനത്തെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് അകാരണമായി അവരെ പീഡിപ്പിക്കുകയും അവരെ വേദനപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അനുഭവത്തിലൂടെ അവർ കടന്നുപോയിട്ട് ന്യായമായൊരു വിധി ലഭിക്കാത്തത് കൊണ്ട് അവരുടെ ആരുടെയും മനസ്സ് തളർന്നു പോവുകയോ ക്ഷീണിച്ചു പോവുകയോ അത്യുന്നതനായ ദൈവത്തെ വിട്ട് അവർ മാറിപ്പോവുകയോ ചെയ്യാതെ അവർ പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു? തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരതിൽ സന്തോഷിപ്പാനിടയായി തീർന്നു. പൗലോസും പറയുകയാണ്, മാന്യ സ്ത്രീകൾ വന്ന് ഞങ്ങളെ അപമാനിക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനഭാരം പേറി നിൽക്കുമ്പോൾ പ്രത്യുത്തരം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും പ്രത്യുത്തരം പറയാത്തവരായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 5:41 പറയുകയാണ്, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടവരാണ് ഞങ്ങളെന്നുള്ള ബോധ്യത
ഞങ്ങളുടെ അന്തരാത്മാവിനകത്തുള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കടന്നു പോകുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ആർക്കാണ് അങ്ങനെ കഴിയുക? ജീവിതത്തിൽ നേരിടുന്നതായ പീഡനങ്ങളുടെ നടുവിൽ ശാരീരികവും മാനസികവും ഒക്കെയായിട്ടുള്ള പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഈ വേദനകളും ഈ അപമാനങ്ങളും സഹിപ്പാൻ വേണ്ടി ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അതിൽ സന്തോഷം കെട്ടുപോകാതെ, അതിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന അപമാനങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നില്ല, വേദനപ്പെടുത്തുന്നില്ല. ഞങ്ങൾ ദൈവത്തിൽ ആഴമായി സന്തോഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോർമ്മപ്പെടുത്തുകയാണ് ആ വാക്യത്തിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. നാം നോക്കണം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുകളുടെ അപകാരവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ സഹിച്ചുവല്ലോ എന്ന് പറയുകയാണ്. ജീവിതത്തിനകത്ത് നേരിടുന്ന പ്രയാസങ്ങളുടെ നടുവിൽ അപമാനിക്കപ്പെടുന്നവരുടെ മുൻപിൽ സന്തോഷത്തോടെ അതിനെ സഹിപ്പാനായിട്ടുള്ള ഒരു മനസ്സ് ഒരു മനുഷ്യനുണ്ടാകുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായൊരു സംഗതിയല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിനു വേണ്ടി ജീവിപ്പാനായിട്ട് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദിവ്യമായ ദൈവിക പ്രകാശനം ലഭിച്ചതായ പ്രിയപ്പെട്ടവർ പീഡനങ്ങളാലും കൂത്തുകാഴ്ചകളാലും അപമാനിതരും നിന്ദിതരുമൊക്കെയായി തീർന്നിട്ട് അതിൻ്റെ മുമ്പിൽ അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകാതെ അവരാത്മധൈര്യമുള്ളവരായി അവരാഴമായ സന്തോഷത്തോടുകൂടി ആ നിന്ദകളെ സഹിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എന്ന് എബ്രായ ലേഖനകർത്താവ് ഓർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒന്നിന് പിന്നാലെ ഒന്നായി അനവധി നിന്ദകളും പഴികളും പരിഹാസങ്ങളും അപമാനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒന്നിൻ്റെയും നടുവിൽ മനസ്സ് ക്ഷീണിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള ആഴമായ ആശ്രയമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ വിട്ടു പോകുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിനകത്ത് അനുഭവിച്ചിട്ടുള്ളതായ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനകത്തൊരിക്കലും അവർ ദിവ്യമായ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സന്തോഷത്തിൽ നിന്ന്
ദൈവമായിട്ടുള്ളവരുടെ ആത്മബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഒരനുഭവം അവരുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. പ്രശ്നമില്ലെന്നല്ല, പീഡനങ്ങളില്ലെന്നല്ല, കഴിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ വിശപ്പില്ലാത്തത് കൊണ്ടല്ല, കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ ദാഹമില്ലാത്തത് കൊണ്ടല്ല, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ വരുമ്പോൾ അപമാനഭാരമില്ലാത്തത് കൊണ്ടല്ല. അവർക്ക് വിശപ്പിൻ്റെ വിളിയും അവർക്ക് ദാഹവും അവർക്ക് അപമാനബോധവുമൊക്കെ അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനപ്പുറത്ത് അവരെ പേർച്ചൊല്ലി വിളിച്ച ദൈവമായിട്ടുള്ള ആഴമായ അവരുടെ ബന്ധമാണ് അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർക്ക് നിലനിൽക്കുവാൻ കഴിയുന്ന ദിവ്യമായ സന്തോഷം അനുഭവിപ്പാൻ അവർക്ക് കഴിയുന്നത് എന്ന് തന്നെയാണ്. വേദപുസ്തകം പറയുന്നത്, ഞാൻ വരുന്നിടത്ത് എന്നെ സമാധാനം തന്നിച്ചു പോകുമെന്നാണ്. ജീവിതത്തിനകത്ത് അസാധാരണമായ ചില സമാധാനം അനുഭവിപ്പാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ തീവ്രതയുടെ മുമ്പിൽ, കടഭാരത്തിൻ്റെ ആഴങ്ങളുടെ മുൻപിൽ, വേദനകളുടെ ആഴങ്ങളുടെ മുൻപിൽ, മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ മുൻപിൽ, ജീവിതത്തിലെ ഒറ്റപ്പെടലിൻ്റെ മുൻപിൽ, ജീവിതത്തിൽ ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങളിൽ എപ്പോഴും ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വരുന്നു. ആ പ്രതിസന്ധിയുടെ നടുവിലും സമാധാനമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ടൊരു മനുഷ്യന് കഴിയുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പിന്നിലെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആഴമായ ബന്ധമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയുകയാണ്, അപമാനം സഹിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത ജീവിതത്തിൽ വരുമ്പോൾ അപമാനം നമുക്കൊരു പ്രശ്നമായി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരു നല്ല എൻജിനീയർ, നന്നായി വർക്കറിയാവുന്ന, നല്ല സ്ഥലങ്ങളിൽ നല്ല പൊസിഷനുകളിൽ ഇരുന്നിട്ടുള്ള ഒരാൾ തൻ്റെ ജീവിതത്തിനകത്തൊരിക്കൽ ഒരു ഹെൽപ്പറായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, വ്യക്തമായിട്ട് താൻ പോകുന്നത് ഇന്നലെ ഉണ്ടായിരുന്നതുപോലെ ഒരു സൂപ്പർവൈസറായിട്ടല്ല, ഒരു ഹെൽപ്പറായിട്ടാണ് ഞാൻ പോകുന്നതെന്ന ബോധ്യതയോടുകൂടിയാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ ആ കാര്യം ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിനോട് പറഞ്ഞ് അതിനായി ഒരുക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് തനിക്കൊരു ഭാരമായി തോന്നുകയില്ല. ഇതുപോലെ തന്നെ യഥാർത്ഥമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കൃത്യമായി അറിയുന്ന ഒരറിവുണ്ട്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് നിന്ദയും പഴിയും പരിഹാസവും അപമാനവും പീഡനങ്ങളുമുള്ളതാണ്. അതിനായിട്ടാണ് ഞാൻ ഇറങ്ങുന്നതെന്ന ബോധ്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും കണ്ടിട്ട് നാം കുലുങ്ങിപ്പോകുകയില്ല. നാം ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകുവാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ് തിരിച്ചറിവ്. രണ്ടാമത്തെ കാര്യം നോക്കുക. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഞാനൊന്ന് നിങ്ങളെ കൊണ്ടുവരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ആ വാക്യം എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കഷ്ടതയിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. വാക്കുകൾ ശ്രദ്ധിക്കണമേ. വളരെ ഗൗരവമുള്ള, വളരെ ആധികാരികതയുള്ള വചനങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള കഷ്ടതകളും ഞങ്ങളെ ഭാരപ്പെടുത്തുന്നില്ല. കാരണം ആഴമായ കഷ്ടതയുടെ നടുവിൽ കടന്നു പോകുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കൊണ്ട് ദിവ്യമായ ദൈവിക ആശ്വാസം ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
ചിലപ്പോൾ നമ്മൾ ചോദിക്കത്തില്ല, ഇത്രയും അപമാനമുണ്ടായിട്ട് ഇത്രയും വലിയ പ്രശ്നത്തിന് നടുവിലോട്ട് കടന്നുപോയിട്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? ഈ മനുഷ്യന് പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ഈ വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് ബൈബിളുമായി പോകാൻ കഴിയുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം അതിനെ ആധികാരികമായി മറുപടി പറയുകയാണ്. ആഴമായ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് മാനസികമായ ധൈര്യം നൽകുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ തളർന്നു പോകുന്നു എങ്കിൽ മറ്റൊരാളിനെ എനിക്ക് സന്തോഷത്തിലേക്ക് നയിപ്പാൻ കഴിയാത്തതുകൊണ്ട് ദൈവം അത് നന്നായി തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലെ പീഡനങ്ങളുടെ നടുവിൽ, എൻ്റെ ജീവിതത്തിലെ അപമാന ഭാരങ്ങളുടെ നടുവിൽ ഒരു വിശേഷമായ ആശ്വാസം ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ മറച്ചു പിടിക്കുന്നത് പോലെ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിന് മീതെ വഹിക്കുന്നത് പോലെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവ പൈതലിനെ വിശേഷമായ ദൗത്യവുമായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എങ്കിൽ, വിശേഷമായ ദൈവിക നന്മ കൊണ്ട് ദൈവമാക്കി വെച്ചിരിക്കുന്നു എങ്കിൽ, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അനവധി 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 പ്രശ്നങ്ങളുടെ നടുവിലൂടെയും പീഡനങ്ങളുടെ നടുവിലൂടെയും കടന്നു പോകുമ്പോഴും അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശേഷമായ ആശ്വാസം കൊണ്ട് ദൈവം അവരെ ആശ്വസിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നത് എന്ന് പൗലോസ് കൊരിന്തിയ ലേഖനത്തിനകത്ത് ഓർപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 1 അധ്യായം തന്നെ 8, 9, 10 വാക്യങ്ങൾ കൂടെ നാം ഒന്ന് നോക്കണം. ആ വാക്യങ്ങൾ കൂടെ ഞാൻ പറയുന്നു. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഭക്തൻ പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെയാണ് ഞങ്ങൾ ആസിയിൽ കടന്നുപോയത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞങ്ങൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറച്ചു വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കടന്നുപോയ വഴികൾ, ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായ സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. ഞങ്ങൾ വലിയ കഷ്ടതയുടെ നടുവിലൂടെ ആസിയിൽ വെച്ച് കടന്നു പോകേണ്ടി വന്നു എന്ന് ഓർപ്പിക്കുകയാണ്. പിന്നെ പറയുകയാണ്, ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് വല്ലവിധേനയും പാപത്തിൻ്റെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന, നാശത്തിൻ്റെ വക്കിലേക്ക് നടന്നു നീങ്ങുന്ന, പാപത്തിൽ പിറന്ന് പാപത്തിൽ ജീവിക്കുന്ന മാനവ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രതിഫലിച്ച കൂടാതെ അധ്വാനിക്കുമ്പോൾ നഗ്നമായ സത്യങ്ങൾ ദേശത്തോട്, സമൂഹത്തോട്, വ്യക്തികളോട് വിളിച്ചു പറയുമ്പോൾ ആ സത്യത്തെ വിളിച്ചു പറയുവാൻ കടന്നു ചെന്നിരിക്കുന്നതായ ഭക്തന്മാരെ പട്ടണവാസികൾ ആഴമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, കേരളത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ജീവന്റെ സന്ദേശം വിളിച്ചു പറയുന്നതായ ഭക്തന്മാരുടെ ജീവിതത്തിനകത്ത് അവരനുഭവിക്കുന്നതായ പീഡയുടെ ആധിക്യം എത്ര വലുതാണ്. പലപ്പോഴും ജീവനോടെ മടങ്ങി വരുവാൻ കഴിയുമോ എന്ന് പോലും സംശയിക്കപ്പെട്ടതായ വേദകളെക്കുറിച്ച് ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവർ പറയുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയാണ് ഭക്തൻ പറയുന്നത്. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറി ഞങ്ങൾ ശക്തിക്കുമീതെ, ശക്തിയില്ലെന്നല്ല, സന്തോഷമില്ലെന്നല്ല, സമാധാനമില്ലെന്നല്ല, ദൈവസാന്നിധ്യമില്ലെന്നല്ല, അതൊക്കെ ഉള്ളപ്പോഴും അതിനെ മറികടക്കുന്നത് പോലെ
ഞങ്ങളുടെ മനസ്സ് ഭാരപ്പെട്ട സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതാണ് 8-ാം വാക്യം പറയുന്നത്. അടുത്ത 9-ാം വാക്യം നോക്കൂ. അതേ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അവരുടെ കഷ്ടതയുടെ തീവ്രത നോക്ക് പ്രിയപ്പെട്ടവരെ. അവരുടെ മനസ്സ് ഭാരപ്പെടാൻ തുടങ്ങി, അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ഇനി എങ്ങനെ, ഇനി എന്ത്? എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെങ്കിൽ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നതായ പീഡനങ്ങളുടെ ആധിക്യത്തിൻ്റെ മുൻപിൽ ആഴമായി ഭയപ്പെട്ട, ഭാരപ്പെട്ട, സങ്കടപ്പെട്ട, നിരാശപ്പെട്ട് കടന്നു പോകുന്നുണ്ടാവാം. ഇത് സംഭവിക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ വേദനയുടെ ആഴത്തിലൂടെ കടന്നു പോകുന്ന ഭക്തനോട് 10-ാമത്തെ വാക്യം പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അതാണ് സന്തോഷം. എപ്പോഴാണ് സന്തോഷിക്കുന്നത്? പീഡനങ്ങളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആഴമായി ഭാരപ്പെടുത്തുന്നുണ്ട്. പല കാരണങ്ങൾ അവരുടെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവനോടെ മടങ്ങി ഭവനത്തിൽ എത്തുവാൻ കഴിയുമോ എന്നുള്ള ഭയം അവരെ തീവ്രമായി പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിതത്തിനകത്തുള്ളപ്പോഴും അവരുടെ ജീവിതത്തിനകത്ത് അവരെ പേർ ചൊല്ലി വിളിച്ച ദൈവം മരണത്തിൻ്റെ തണുത്ത കരങ്ങൾക്കകത്തകരകപ്പെട്ടു പോകാതെ വണ്ണം 10-ാം വാക്യം പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. സന്തോഷിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സമയമില്ലേ? ഇനി എന്ത്, ഇനി എങ്ങനെ, ഇനി എവിടെ എന്നൊക്കെ ചോദിച്ചു പോയ സമയമില്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ഭക്തനെ ദൈവം കൈവിടുകയില്ല. പ്രതീക്ഷകൾ അസ്ഥിരപ്പെടുന്ന ഇടത്ത് നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണെന്ന് ഒന്നാമത് ഓർപ്പിക്കുകയാണ്. 2-ാമത്തെ പദം, ഞങ്ങളെ വിടുവിച്ചു. 2-ാമത്തെ പദം നോക്കുക, വിടുവിക്കുകയും ചെയ്യും. ത്രികാല അനുഭവമാണ്. 1 വിടുവിച്ചു, 2 വിടുവിക്കും, 3 മേലാലും വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ മാത്രമല്ല ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാത്രമല്ല ദൈവത്തിന് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുക. ഇന്നലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നകളെ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ നടുവിലും ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യത ഉള്ളിൽ വരുമ്പോൾ ആമേൻ, നമ്മൾ ഭയപ്പെടുകയില്ല, നമ്മൾ സന്തോഷിക്കുവാൻ തുടങ്ങും. നോക്കണം, ദാവീദ് ഒരു ആട്ടിടയനാണ്. സഹോദരന്മാരോളം പ്രാപ്തനല്ല. എന്നാൽ സഹോദരന്മാർ പോയിട്ട് മടങ്ങി വരാത്തത് കണ്ടിട്ട് അപ്പനോട് പറഞ്ഞ് സഹോദരന്മാരെ അന്വേഷിപ്പാൻ വേണ്ടി പോയ ദാവീദ് കേട്ടത് ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ, ഇസ്രായേൽ ജനത്തെ അപമാനിക്കുന്ന ഗോലിയാത്തിനെയാണ്. ആ ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് കയറി ചെല്ലുവാൻ ദാവീദിന് ആഗ്രഹമുണ്ടെങ്കിലും അനുമതി ആവശ്യമുള്ളതുകൊണ്ട് താൻ കൊട്ടാരത്തിലേക്കോടി ശൗലിനെ കണ്ടിട്ട് ശൗലിനോട് പറഞ്ഞൊരു പദമുണ്ട്, യജമാനനെ, ആ പരീക്ഷയോട് യുദ്ധം ചെയ്യുവാനായിട്ട് എന്നെ കൂടെ അയക്കണം. ഇസ്രായേലിൻ്റെ ദൈവത്തെ അപമാനിക്കുന്ന ആ ഗോലിയാത്തിനെ വകവരുത്തുവാൻ എനിക്ക് പോകണം.
ശൗല് ചോദിക്കുകയാണ്, നീ ഒരു കൊച്ചു ചെറുക്കനല്ലേ, നിനക്ക് പ്രാപ്തിയുണ്ടോ, നിനക്ക് കഴിവുണ്ടോ? യുദ്ധതന്ത്രങ്ങൾ അഭ്യസിച്ചിട്ടുള്ള ബുദ്ധിമാന്മാരായ ആളുകളാണ് പാളയത്തിൽ പോയി കിടക്കുന്നത്. അവരാരും ആ എതിരാളിയുടെ മുൻപിലേക്ക് കടന്നു പോകാൻ മനസ്സ് വെക്കാതെ നിൽക്കുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത്? ദാവീദിന് പറയാൻ ഒന്നുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുമായി വനാന്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ കാട്ടിലെ വന്യമൃഗങ്ങൾ, സിംഹവും കരടിയുമൊക്കെ എൻ്റെ അപ്പൻ്റെ ആടിനെ വന്ന് പറിച്ചെടുക്കുവാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വായ്ക്കകത്തുനിന്ന് ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിച്ചവനാ. അന്ന് എന്നോട് കൂടെ ഇരുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട്. നോക്കൂ പ്രിയരെ, ശൗല് ദാവീദിനെ പറഞ്ഞയക്കുകയാണ്. ഒരു സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിപ്പാനായിട്ട് ദാവീദിനോട് കൂടെ നിന്ന ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ഉൾബോധമാണ് ഗോലിയാത്തിൻ്റെ മുൻപിലേക്ക് ദാവീദ് ഇറങ്ങിച്ചെല്ലുവാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം. ഞാൻ എന്തിനാണ് ഈ ഭാഗം ഇപ്പോൾ പറഞ്ഞതെന്നറിയാം. നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ ചൂളയ്ക്കകത്തൂടെ നാം കടന്നു പോകുമ്പോൾ, ആ കഷ്ടത ഏത് മണ്ഡലത്തിലുള്ളതാകാം. ഒറ്റപ്പെടലാകാം, അപമാനമാകാം, കടഭാരമാകാം, കുഞ്ഞുങ്ങളുടെ പ്രശ്നമാകാം, ജീവിതത്തിനകത്ത് രോഗമാകാം, എന്തുമാകാം. ഇനി ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുവാനായിട്ട് സാധ്യതകളില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷമാകാം. പക്ഷേ ഇവിടെ ഇന്നലകളിൽ നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്ത ദൈവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കാമെങ്കിൽ, എന്താണ് ആ വാക്യം പറയുന്നത്? ഇവിടെ ഭക്തൻ പറയുന്നത്, നിരാശ തോന്നുന്ന സാഹചര്യം, രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല എന്ന് ചിന്തിക്കപ്പെട്ട സമയം, അവിടെ എൻ്റെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഈ പീഡനങ്ങളുടെ നടുവിൽ ഞാൻ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ദൈവം എന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. വിശ്വസിച്ച് പറയാൻ പറ്റുമോ? പ്രയാസത്തോടെയാണോ എന്നെ കേൾക്കുന്നത്? പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാണോ എന്നെ കേൾക്കുന്നത്? എല്ലാം അവസാനിക്കുകയാണെന്ന് തോന്നലിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണോ എന്നെ കേൾക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ദൈവം ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളെ വിടുവിക്കും എന്ന പദമാണ്. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. 10-ാം വാക്യത്തിന് 3-ാമത്തെ സെന്റൻസ് പറയുന്നു, ഞങ്ങൾ അവൻ മേലാലും വിടുവിക്കുമെന്നും ഞങ്ങൾ അവനിൽ വിശ്വസിച്ചുമിരിക്കുന്നു. ഇന്നലെ വിടുവിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? ഞാനൊരു വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുകയാണ്. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. എന്നാൽ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ഇന്നലെ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, മേലാലും എൻ്റെ ജീവിതത്തിൽ എന്നെ വിളിച്ചൊരു ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ എൻ്റെ മേൽ പകർന്നു വരുവാൻ ഇടയാകുമെന്ന് ആഴമായി വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയുമെന്ന് ആ വാക്യവും നമ്മെ ആഴമായി ബോധ്യപ്പെടുത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കാനായിട്ടാണ് പോകുന്നത്. ഫിലിപ്പിയ ലേഖനം എന്താണ് പറയുന്നത്? 4-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയേണ്ടതിന് മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ
സ്വത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ആ വാക്യങ്ങൾ നിങ്ങൾ ശാന്തമായി വായിച്ചു നോക്കുക. പൗലോസ് കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. അതിൻ്റെ നടുവിൽ പൗലോസ് പറയുകയാണ്, ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അസമാധാനമുള്ളവരായി തീരേണ്ട കാര്യമില്ല. നാം ആഴമായി സന്തോഷിക്കുവാനായിട്ടിടയായി തീരേണ്ടതുണ്ട്. അങ്ങനെ നാം സന്തോഷിക്കുന്നുവെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്നും ആ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കപ്പെടേണ്ടതിനു വേണ്ടി ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കുക മാത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യേകമായ സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ആ വാക്ക് വിടുകയാണ്. പൗലോസ് എന്താ പറയുന്നത്? ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. എപ്പോൾ? പീഡനങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ. ഞാൻ എൻ്റെ 1-ാം ഭാഗമാണ് പറഞ്ഞത്. ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കെട്ടുപോകരുത്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവം ഇന്നലെ ചെയ്ത പ്രവൃത്തികളും ഇന്ന് നമ്മോട് കൂടെയുള്ള ദൈവത്തെക്കുറിച്ചും ആ ദൈവം ഇന്നലെയും ഇന്നും എന്നും എന്നേക്കുമുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രതികൂലത്തിൻ്റെ നടുവിൽ സന്തോഷിപ്പാൻ കഴിയണമെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. 2, കഷ്ടതയുടെ നടുവിൽ നിൽപ്പാനുള്ള ഏക മാർഗം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. 1-2 വചനം കൂടെ ഞാൻ അതോട് ചേർത്ത് വെച്ച് നിങ്ങളോട് സംസാരിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന ചില പദങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നോക്കുക. 12-ാം അധ്യായം മുഴുവനായി നാം വായിക്കുമ്പോൾ പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുകയാണ്. എന്നാൽ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്തു തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി എന്നാണ്. പക്ഷേ 6-ാം വാക്യം കൂടെ ഒന്ന് നോക്കണം, ഇത് ഗൗരവം അറിയണമെങ്കിൽ. ഹേരോദാവിനെ കൊന്നു. കേട്ടവർക്കൊക്കെ ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിച്ചു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഈ വാർത്ത സമൂഹം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ജനത്തിന് മുമ്പിലുണ്ടായി. അപ്പോൾ പത്രോസിനെ കൂടെ പിടിച്ച് കാരാഗൃഹത്തിലിടുകയും പിറ്റേ ദിവസം പത്രോസിനെ കൂടെ കൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ ജനത്തിൻ്റെ അംഗീകാരം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ പിടിച്ച് കാലാമത്തിലിട്ട് കാവൽ കാക്കുവാൻ ആളിനെയും ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇത്ര വലിയ പീഡയുടെ നടുവിൽ പത്രോസ് 6-ാം വാക്യത്തിൽ പറയുന്നത്, സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹേരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. എങ്ങനെയാണ് പത്രോസിന് ഉറങ്ങാൻ പറ്റുന്നത്? നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ കടന്നു വന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് ഭാരപ്പെടും, സങ്കടപ്പെടും, ഒരുപാട് സമയങ്ങൾ പ്രാർത്ഥിക്കും.
എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടിരിക്കുന്ന ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ അതവനെ ശകലം പോലും അല്പം പോലും സങ്കടപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, തൻ്റെ ഉറക്കത്തെയും അത് ബാധിച്ചിട്ടില്ല. താൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസിനറിയാം തൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച്. മാത്രമല്ല, പത്രോസിന് നല്ല ബോധ്യതയുണ്ട്. തൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ബോധ്യത തനിക്കുണ്ട്. ശിംശോൻ ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ്. അവളെ പല കാര്യങ്ങളും ചോദിച്ചു. ആ സമയങ്ങളൊക്കെ ശിംശോനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഫെലിസ്ത്യർ എതിരാളിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ എല്ലാം പറയുമ്പോഴും ശിംശോനൊരു ബോധ്യമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, തൻ്റെ മേലുള്ള ആത്മശക്തി വലുതാണെന്നും എന്നെ ഏത് തലത്തിൽ ബന്ധിച്ചാലും ഞാൻ എൻ്റെ തലയിലെ ജട കൊടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ ആത്മനിറവ് കൊണ്ട് എന്നെ ആർക്കും ഒതുക്കാൻ പറ്റില്ലെന്നുള്ള ഓർമ്മയും ബോധ്യതയും ശിംശോനുണ്ട്. പത്രോസ് എന്തുകൊണ്ടാണ് സുഖമായി കിടന്നുറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, നാളെയെക്കുറിച്ചുള്ള ചിന്താഭാരമില്ലാത്തത് കൊണ്ടല്ല, മരണഭീതി ഉള്ളിലില്ലാത്തത് കൊണ്ടല്ല, സഭയെ നാളെ എങ്ങനെ ആര് മുൻപോട്ട് നയിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടല്ല. പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് പീഡനങ്ങളുടെ നടുവിൽ സുഖമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലെ കാരണം തൻ്റെ മേലുള്ള ആത്മനിറവിനെക്കുറിച്ചുള്ള ബോധ്യതയാണ്. ആ ആത്മാവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ്. സുഖമായി ഉറങ്ങി. ആ പരിശുദ്ധാത്മ സാന്നിധ്യം കാരാഗൃഹത്തിനകത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്, ദൂതനായിട്ട് ഇറങ്ങുകയാണ്. പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽക്കാൻ പറയുകയാണ്. പത്രോസ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ചങ്ങല പൊട്ടിമാറുകയാണ്. സ്വതന്ത്രനായിട്ട് പത്രോസ് ആ കാവൽ കാത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. തൻ്റെ മുൻപിൽ മാനുഷികമായി ഒരു നിലയിലും തുറന്നെടുക്കുവാൻ കഴിയാത്ത, വഴി കടന്നു പോകാൻ കഴിയാത്ത ഇരുമ്പോടാമ്പലുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അത് പത്രോസിനു വേണ്ടി സ്വയമേ തുറന്നുപോയെങ്കിൽ, പീഡയെല്ലാം ഒരു ഭാഗത്തുണ്ട്, പീഡിപ്പിക്കുന്നവരൊരു പാർട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ച ഭക്തന് പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കുന്നവനാണെങ്കിൽ, തൻ്റെ ജീവിതത്തിനകത്തെ പ്രതികൂലങ്ങളുടെ നടുവിൽ തന്നെ വിടിവിക്കുന്ന ദൈവസാന്നിധ്യമായി ആ പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാരാഗൃഹത്തിൽ നിന്ന് പത്രോസിന് പുറത്തിറങ്ങി വരുവാൻ തൻ്റെ ബുദ്ധിക്കോ തൻ്റെ ശക്തിക്കോ തൻ്റെ കഴിവിനോ തൻ്റെ പണത്തിനോ തൻ്റെ സ്വാധീനത്തിനോ സാധ്യമല്ല. എന്നാൽ ആ കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് നിന്നെ തന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഒരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യം തന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ആ കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ ഇറങ്ങി തന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്നെ ബന്ധിക്കുവാനായിട്ട്, നിന്നെ കാരാഗൃഹത്തിനകത്ത് അടച്ചു കളയുവാനായിട്ട്, നിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് എതിരാളിക്ക് കഴിഞ്ഞെന്നു വരാം. നിന്നെ രോഗിയാക്കാനോ നിന്നെ ദുഃഖത്തിലാക്കാനോ നിന്നെ വേദനയിലാക്കാനോ ഒക്കെ എതിരാളിയായി ശത്രുവിന് ചിലപ്പോൾ കഴിഞ്ഞെന്നു വരാം. പക്ഷേ അതിൽ നിന്ന് നിന്നെ വിടിവിപ്പാൻ കഴിവുള്ള ഒരദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ, ആ തിരിച്ചറിവാണ് വലുത്. ആ പരിശുദ്ധാത്മ സാന്നിധ്യമാണ് വലുത്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്.
സാധ്യതകൾ മങ്ങട്ടെ, കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെടട്ടെ, കാവൽ കാക്കുന്നവർ കിടക്കട്ടെ, നിന്റെ സത്യമെന്ന അരക്കച്ച അടിച്ചു മാറ്റട്ടെ, സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പൂരി മാറ്റട്ടെ, എല്ലാം നഷ്ടപ്പെടട്ടെ. പക്ഷേ ദൈവസാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നീ പുറത്തു വരുമെന്നതുറപ്പാണ്. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ പുറത്തു വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ സമയമാകാതെ, ദൈവാത്മാവ് പറയാതെ നിന്നെ തൊടുവാനായിട്ട് കഴിയില്ല. കാരണം ദൈവാത്മാവുള്ളവർ ദൈവത്തിൻ്റെ വകയാണ്. മറന്നുപോകല്ലേ, ശത്രു നിന്റെ മുമ്പിൽ ആർത്തുകൊണ്ടുവരും. ഹാമാൻ മൊർദെഖായിയുടെ മുമ്പിലേക്ക് വന്നത് മൊർദെഖായി എന്നേക്കുമായി പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ ഹാമാൻ തോക്കത്തില്ലെന്നൊക്കെ ഓർത്തെ. പക്ഷെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മൊർദെഖായിയെ ഹാമാൻ തൻ്റെ വീടിൻ്റെ മുറ്റത്തൊരുക്കി വെച്ചിരിക്കുന്ന കഴുകുമരത്തിൽ തൂക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹാമാന്റെ വീടിൻ്റെ മുറ്റത്തൊരുക്കി വെച്ചിരുന്ന കഴുകുമരത്തിൽ തൂങ്ങിപ്പോകാതെ മൊർദെഖായിയെ വിടുവിച്ചു എന്ന് മാത്രമല്ല, ശത്രുവായ ഹാമാനെ അതിൽ തൂക്കിക്കളയുവാനിടയായി തീർന്നു എന്നൂടെ ഓർക്കണം. അപ്പോൾ ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ഹാമാന് നിന്നെ തൊടാൻ പറ്റില്ല. ദൈവസാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിലിട്ടിരിക്കുന്ന ചങ്ങലയ്ക്ക് നിന്നെ പൂട്ടിയിടാൻ കഴിയത്തില്ല. ദൈവാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ കാലാമത്തിലിടാൻ കഴിയത്തില്ല. ദൈവാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ആമേൻ നിന്റെ മുമ്പിൽ കാവൽ കാക്കുന്ന കാവൽക്കാർക്ക് നിന്നെ കാവൽ ചെയ്യാൻ കഴിയത്തില്ല. നീ പുറത്തു വരിക തന്നെ ചെയ്യും. നീ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ വീടിൻ്റെ മുൻപിൽ വന്ന് ഡോറിൽ മുട്ടുകയാണ്. വാതിൽ തുറന്നപ്പോൾ ദൈവസാന്നിധ്യം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു എന്ന ബോധ്യത അവർക്ക് നൽകിക്കൊടുക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം എന്താണ് പറയുന്നത്? 16-ാം അധ്യായവും പറയുന്നത് ഇതുപോലെ മറ്റൊരു ചരിത്രമല്ലേ. വെളിച്ചപ്പാടിൻ്റെ ആത്മാവിനെ ശാസിച്ചു എന്ന കാരണത്താൽ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ്. ദൈവാത്മാവ് അവരുടെ മുമ്പിലുണ്ട്. ദൈവാത്മാവ് അവരുടെ മുമ്പിലുണ്ട്. അവർ പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങി. ആരാധന ശക്തമായി വെളിപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി. പത്രോസിനെയും ശീലാസിനെയും ദൈവം അതിൽ നിന്ന് വിടുവിപ്പാനിടയായി. കാരാഗ്രഹ പ്രമാണി പോലും ഭയപ്പെട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മെ വിടുവിക്കുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ രണ്ടുപേരും ദൈവത്താൽ വിടുവിക്കപ്പെടുകയാണ്. പിന്നെ കാരണം ഒരു ആരാധനയാണ്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച് യെരിഹോവിൻ്റെ അവിടെ വന്നപ്പോൾ കോട്ടമതിൽ ശക്തമായി കെട്ടിമുറുക്കി കടത്തി വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എതിരാളിയാണ് കാണുന്നത്. പക്ഷേ ദൈവാത്മാവ് പ്രാപിച്ച അഭിഷിക്തൻ പറഞ്ഞു, ഈ മതിലിന് ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിക്ക്, ആരാധിക്ക്. അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ തക്ക സമയമാകുമ്പോൾ ദൈവം മാറ്റിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക്
ദൈവം നിങ്ങളെ നയിപ്പാനിടയാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, കഷ്ടത ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പ. അവസാന ശ്വാസം വരെയും ഒരുപക്ഷെങ്കിൽ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നാം കടന്നുപോയെന്ന് വരാം. പക്ഷേ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതാകരുത്, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നതാകരുത്, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നതാവരുത്. സന്തോഷവും പരിശുദ്ധാത്മ സാന്നിധ്യവും നഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മെ ജയിക്കുവാൻ വ്യക്തിക്ക്, രാജ്യത്തിന്, അധികാരസ്ഥന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, സമ്പന്നന്മാർക്ക്, നേതാക്കന്മാർക്ക് ആർക്കും സാധ്യമല്ല. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഷ്ടതയുടെയും വേദനകളുടെയും നടുവിൽ സന്തോഷം നഷ്ടപ്പെടാതെ, ദൈവകൃപ നഷ്ടപ്പെടാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരും അതിനായി പ്രാർത്ഥിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിന് ദൈവം നിങ്ങളെ ഏവരെയും, ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. സാധാരണ ചെയ്യുന്നത്, ദൈവമേ, അങ്ങനെ പേർ ചൊല്ലി വിളിച്ചു, വിളി കേട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചു, അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എന്നാൽ ദൈവത്തെ കണ്ടെത്തിയ നാൾ മുതൽ, ദൈവ വഴി അന്വേഷിച്ച നാൾ മുതൽ ഇന്നയോളം ജീവിതത്തിൽ ഒന്നു മാറി അനേക കഷ്ടതകളുടെ, പീഡനങ്ങളുടെ, നിന്ദകളുടെ, പഴികളുടെ, പരിഹാസങ്ങളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ നടുവിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ, പരിശുദ്ധാത്മ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നിൽപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. ദൈവമേ, ഈ ദൈവവചനം കേട്ട എല്ലാവർക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് കാക്കണമേ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കേട്ടതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഠിന ശോധനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സന്തോഷം നഷ്ടപ്പെടുത്താതെ, ദൈവസാന്നിധ്യബോധം നഷ്ടപ്പെടാതെ നിലനിൽപ്പാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ ജനത്തെ അതിനായി ഒരുക്കണം, കൃപ കൊണ്ട് കാക്കണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ.